ശ്രീമതി ഉമാ തോമസ്. രാസമാലിന്യമില്ല, ഓക്സിജനാണ് കൂടുതലെന്ന് PCBയുടെ റിപ്പോർട്ട് കിട്ടിയതായിട്ട് അറിഞ്ഞു. പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ PCB ആണ് ഇതിന് ഉത്തരവാദികൾ എന്നുള്ളത് കൊണ്ട് അവർ മാത്രം ഇത് പരിശോധിച്ചാൽ മതിയോ, മറ്റേതെങ്കിലും വകുപ്പുകൾ കൂടി ഇതിൽ ഇടപെട്ട് പരിശോധിക്കേണ്ടതില്ലേ? നമ്മൾ റിപ്പോർട്ടർ ചാനൽ പോലെയുള്ള ചാനലുകളെല്ലാം പരിശോധിച്ചപ്പോൾ ഇതിൽ അമോണിയയും സൾഫറും നൈട്രേറ്റും എല്ലാം കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്ന് ഒരു പഠന റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുസാറ്റിലും ഒക്കെ പരിശോധിച്ചപ്പോൾ ഇതുപോലെയാണ്. അതുപോലെ ഇത് ഒഴുക്കി വിടുന്ന രാസമാലിന്യങ്ങൾ എല്ലാവർക്കും അത് അനുവദനീയമല്ല. പക്ഷേ അതിനേക്കാൾ കൂടുതൽ മറ്റ് ഫാക്ടറികളിൽ നിന്നും ഈ മാലിന്യം ഒഴുക്കുന്നുണ്ട്. അത് പരിശോധിക്കുമോ? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പോൾ ഈ ETP മോണിറ്ററിങ്ങിനായിട്ട് കുഫോസ്, ഫിഷറീസ് വകുപ്പ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവരെ എല്ലാം കൂടി ഉൾപ്പെടുത്തി ഇറിഗേഷൻ ജില്ലാ കളക്ടർ ചെയർമാനായിട്ടൊരു മോണിറ്ററിംഗ് കമ്മിറ്റി തന്നെ ഇപ്പോൾ ഇതിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിശ്ചയിക്കുകയും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ ചില നടപടിക്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു പഠനവും പരിശോധനയും വന്നെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്താൻ കഴിയും. അത് കണ്ടെത്തുകയും ശാശ്വതമായി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുകയും ചെയ്യും.